ഇന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ് ലൈവ് മലയാളം ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ ഡോക്ടർ സലീം അലി സർവേ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം. 1930കളിൽ തന്നെ ഇവിടം ഒരു പക്ഷി സങ്കേതമാക്കണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നു. 1970കളിൽ സലീം അലി പ്രദേശത്ത് നടത്തിയ സർവേക്ക് ശേഷമാണ് പക്ഷി സങ്കേതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലായത്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പക്ഷി സങ്കേതത്തിന് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ ദേശാടകരടക്കം 330 ഇനം പക്ഷികളുണ്ടെന്നാണ് കരുതുന്നത്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായ ഇന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പക്ഷി നിരീക്ഷണം, സെമിനാർ, ബോധവൽക്കരണ ക്ലാസ്, ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയ വിവിധ ഇനം പരിപാടികൾ നടത്തി. രാവിലെ തന്നെ കരുവാരക്കുണ്ട് ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ ഇവിടെ എത്തിയ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ട് നമ്മൾ പക്ഷി നിരീക്ഷണം തന്നെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അനുയോജ്യരായിട്ടുള്ള ഗൈഡുകളെ കൂട്ടി നമ്മൾ പക്ഷി നിരീക്ഷണം നടത്തി. അവരെ കൂട്ടി ഒരു സെമിനാർ നടത്തി, ബോധവൽക്കരണ ക്ലാസ് നടത്തി, അവർ സ്പോർട്ട് ക്വിസുകൾ മത്സരങ്ങളെല്ലാം നടത്തി സമ്മാനം കൊടുത്തു, മധുര പലഹാരം വിതരണം ചെയ്ത് ഇങ്ങനെയെല്ലാം നമ്മൾ ആഘോഷിച്ചു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് ദേശാടന പക്ഷികൾ തട്ടേക്കാട് വിരുന്നെത്തുന്നത്. കഴിഞ്ഞ സീസണിൽ 40ഓളം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികളാണ് ഇവിടെ എത്തിയത്. തട്ടേക്കാട് ഇപ്പോൾ ദേശാടന പക്ഷികൾ വരവായ ഒരു സമയമാണ്. പക്ഷി സങ്കേതത്തിന്റെ ശരിയായ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ ടു മാർച്ച് ആണ് നമ്മുടെ സീസൺ. ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും വിദേശത്തു നിന്നും സ്വദേശത്ത് തന്നെ ദൂരദേശങ്ങളിൽ നിന്നുള്ള പക്ഷികൾ ഇങ്ങോട്ട് വിരുന്ന് വരാറുണ്ട്, ദേശാടകരെ വരാറുണ്ട്. അങ്ങനെ വരുന്ന പക്ഷികൾ കൃത്യമായിട്ട് നമ്മൾ ഒരു രജിസ്റ്റർ വെച്ച് രജിസ്റ്റർ ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാച്ചുറലിസ്റ്റ് അസോസിയേഷൻ, പക്ഷി സംഘത്തിലെ ജീവനക്കാർ, പക്ഷി നിരീക്ഷകർ ഇവരെല്ലാം ഡാറ്റ കളക്ട് ചെയ്ത് ഓരോ ദിവസവും വന്നെത്തുന്ന പക്ഷികളുടെ ഒരു വിവരണം നമ്മൾ രജിസ്റ്ററിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി സൂക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40ഓളം ഇനം പക്ഷികൾ, അത് ഇന്റർനാഷണൽ മൈഗ്രന്റ്, ഇന്റേണൽ മൈഗ്രന്റ്, ലോക്കൽ മൈഗ്രന്റ്, ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു 40ഓളം പക്ഷികളെ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷവും നമുക്ക് വന്നെത്തുന്ന പ്രധാനപ്പെട്ട പക്ഷികളെല്ലാം വന്നു കഴിഞ്ഞു. ദേശാടന പക്ഷികളിൽ ഏറ്റവും ആകർഷകമായ പക്ഷി ബ്ലാക്ക് ബസയാണ്. ഈ പക്ഷിയെ കാണുന്നതിനായി വിദേശികളും സ്വദേശികളും അടക്കം ധാരാളം പക്ഷി നിരീക്ഷകരും വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട്. അവർക്കായി ബാസ ട്രെയിൽ സംവിധാനവും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പക്ഷി നിരീക്ഷണത്തിനെത്തുന്ന സന്ദർശകർക്കായി ഒട്ടനവധി സൗകര്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും തട്ടേക്കാട് പക്ഷി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ് ലൈവ് മലയാളം ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഏറ്റവും ആകർഷകമായിട്ട് വരുന്ന ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ ക്രസ്റ്റഡ് ബ്ലാക്ക് ബസയാണ്. ഈ ബ്ലാക്ക് ബസയെ കാണാൻ വേണ്ടിയ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം വിദേശീയരും സ്വദേശികളും ആളുകൾ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ബസ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രെയിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ബസ ട്രയലിന്റെ പ്രത്യേകത വെച്ചാൽ ഏകദേശം 5 കിലോമീറ്റർ ഫ്ലോ ദൈർഘ്യമുള്ള ഒരു ട്രയലാണ്. അപ്പൊ ഇതിലൂടെ നമ്മുടെ പരിചിതരായിട്ടുള്ള ഗൈഡുകൾ ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ പക്ഷിയെ കാണിച്ച് മറ്റൊരു വിവിധ പക്ഷികളെയും കാണിച്ച് തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. 500 രൂപയാണ് ഒരാൾക്ക് അതിനു വേണ്ടി മേടിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യം വരും ഇതിന്. ഇത് കൂടാതെ സിലോൺ ഫ്രോഗ് മൗത്ത് ട്രയൽ എന്ന് പറയുന്ന ശ്രീരംഗം ഫ്രോഗ് മൗത്തിന് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രയൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏകദേശം 2-2.5 മണിക്കൂർ ദൈർഘ്യം വരുന്നതാണ്. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പരിചിതരായ ഗൈഡ് കൂട്ടിക്കൊണ്ടുപോയി ഫ്രോഗ് മൗത്ത് ഷൂർ സൈറ്റിംഗ് ആണ്, അതിനെ കാണിച്ചു കൊടുത്ത് മറ്റു പക്ഷികളെയും കാണിച്ചു കൊടുത്ത് തിരികെ വരുന്നതാണ്. ഇതുകൂടെ അതിന് നമ്മൾ ഏകദേശം 290 രൂപ ഒരാൾക്കാണ്. മിനിമം 2 പേര് വേണം അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. കൂടാതെ ട്രോഗൻ ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രയൽ നമ്മൾ നടത്തുന്നുണ്ട്. അത് ഒരു 7 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഉയർന്ന വിരിഞ്ഞ പാറയാണ്. അവിടെ ഇരുന്നാൽ മാത്രം മതി. നമ്മുടെ സ്വാഭാവിക വനത്തിനുള്ളിൽ ആ പാറപ്പുറത്ത് ഇരുന്നാൽ തന്നെ അനേകം ജാതി പക്ഷികളെ ഒരു സ്ഥലത്ത് തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ട്രോഗൻ ട്രയലുണ്ട്. അതും 500 രൂപയാണ് ഒരാൾക്ക്. ഇതൊന്നുമല്ലാതെ സ്വന്തമായിട്ട് പക്ഷി നിരീക്ഷകർക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്വന്തം നടന്നു പോയി പക്ഷി നിരീക്ഷണം നടത്തി തിരിച്ചു വരുന്ന ഡോക്ടർ സലീം അലിയുടെ പേരിലുള്ള ഒരു ട്രയലുണ്ട്. സലീം അലി പക്ഷി നിരീക്ഷണ പാത നമ്മൾ പറയുന്നു. അത് ഏകദേശം 1.5 കിലോമീറ്റർ ദൈർഘ്യം വരുന്നു. മുഴുവൻ സൈനേജ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴികളിലെല്ലാം തലയ്ക്ക് മുകളിലായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത്, എവിടെയൊക്കെ എന്തൊക്കെ പക്ഷികളെ കാണുന്ന സമഗ്ര വിവരങ്ങൾ നമ്മൾ ബോർഡുകളായിട്ട് സൈനേജ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാവുന്നതാണ്.
ഇതുകൂടാതെ കാട്ടിൽ തങ്ങി പക്ഷി നിരീക്ഷണം നടത്തുന്നവർക്കാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ടൊരു വാച്ച് ടവർ ഉണ്ട്. അവിടെ 5 പേർക്ക് വരെ തങ്ങി നമുക്ക് പക്ഷി നിരീക്ഷണം നടത്തുന്നതിനും താമസിക്കുന്നതിനും ഒക്കെ പ്രകൃതി ആസ്വദിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യമാണ്. 2600 രൂപയാണ് പ്ലസ് GST ആണ് അതിന്റെ 2 പേർക്കുള്ള ചാർജ് ഫുഡ് ഇല്ലാതെ. കൂടാതെ ഒരു മനോഹരമായ ട്രീ ഹട്ട് നമുക്കുണ്ട്. അത് പെരിയാറിന്റെ തീരത്ത് തന്നെ ഓമക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അവിടെ 10 പേർക്ക് വരെ താമസിക്കാവുന്ന സൗകര്യങ്ങളാണുള്ളത്. 3 നിലകളിലായിട്ടുള്ള ഒരു ട്രീ ഹട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനും റേറ്റ് 2640 എന്നുള്ള കണക്കാണ് വെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ വന്നെത്തുന്ന സാധാരണയായിട്ട് വന്നെത്തുന്ന പക്ഷി നിരീക്ഷകർക്കോ പ്രകൃതി സ്നേഹികൾക്കൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തി. ആ സേഫ്റ്റി ഓഡിറ്റ് നടത്തിയ സമയത്ത് അതിൽ വന്ന അധികാരികൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശുദ്ധമായ ഓക്സിജൻ അല്ലെങ്കിൽ വായു ഉള്ള ഒരു സ്ഥലമാണ് തട്ടേക്കാട് എന്ന് അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവരെ നമ്മൾ എപ്പോഴും വെൽക്കം ചെയ്യുന്നത് വിവിധ ടൗൺ ഭാഗത്തു നിന്നും സിറ്റി ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് 1-2 മണിക്കൂർ വായു ശ്വസിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഏറ്റവും അടുത്തൊരു ഏരിയ, മഹാനഗരത്തിൽ നിന്ന് ഏറ്റവും അടുത്തൊരു ഏരിയ ആണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. കൂടാതെ ഇവിടെ നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ചിത്രശലഭ പാർക്കുണ്ട്. നക്ഷത്ര വനങ്ങൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരള ജ്യോതിഷ പ്രകാരം 27 ആളുകളിലായിട്ടാണ് ഓരോ മനുഷ്യനും ഉള്ളത്. അപ്പൊ ഓരോ നാളിനും ഓരോ കൃത്യമായ തദ്ദേശീയ വൃക്ഷം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചാംഗത്തില്. അങ്ങനെ ആ വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് ബോർഡ് വെച്ച് സൈന്യത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾക്ക് തങ്ങളുടെ നാളെ ഏതാണെന്ന് തിരിച്ചറിയുക, തങ്ങളുടെ വൃക്ഷം ഏതാണെന്ന് തിരിച്ചറിയുക, അതിനെ കാണുക, അപ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, ഇതൊക്കെ ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഒരു മനോഹരമായിട്ടുള്ള മെഡിസിനൽ ഗാർഡൻ ഡെമോ പ്ലോട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ബോർഡ് വെച്ചിട്ട് QR കോഡ് സഹിതം. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിനെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു മെഡിസിനൽ പ്ലോട്ട് ഉണ്ട്. കൂടാതെ ഒരു ദശപുഷ്പങ്ങളുടെ ഒരു പ്ലോട്ട് നമുക്കുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് ബോട്ടിങ് വരും. നമുക്കൊരു ബഗ്ഗി കാറുണ്ട്. ഇതെല്ലാം കൂടി സജീവമായിട്ടാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് മലയാളം കോതമംഗലം.